Radhakrishnan ji, senior leaders on the dais, our candidates, OJ Janice ji, TM Nazar ji, Thomas Uniadan ji, Sanjeesh Kumar Joseph ji, Advocate Shaji ji, brothers and sisters, workers of the Congress Party and the UDF, friends from the media, I'd like to welcome all of you here today. വേദിയിലിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ മുതിർന്ന നേതാക്കളെ, നമ്മുടെ സ്ഥാനാർത്ഥികളെ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകരെ, എന്റെ സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. The elections in Kerala are a fight between the LDF and BJP partnership and the UDF. There is a hidden hand that is helping the LDF against the UDF. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബിജെപിയും എൽഡിഎഫും തമ്മിലുള്ള പങ്കാളിത്തം ഒരു വശത്തും മറുവശത്തെ ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിനെ സഹായിക്കുന്ന ഒരു അദൃശ്യമായ കരമുണ്ട്. And if you ask any left worker, any CPM worker, whether the LDF is actually governing like a left party, they will all answer you that it is not. നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും പ്രവർത്തകരോടോ Modi, in every speech of his, he talks about God, about temples, about religion. But when he comes to Kerala, he does not mention the gold that was stolen by CPM. മതത്തെ കുറിച്ചും പറയും. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹം ശബരിമലയിൽ നിന്ന് CPM നേതാക്കൾ സ്വന്തം കൊള്ളയടിച്ചതിനെ കുറിച്ച് മാത്രം സംസാരിക്കില്ല. Because he wants to protect the chief minister and the CPM. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിയെയും CPM-നെ സംരക്ഷിക്കേണ്ടതുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യാത്തത്. So he has forgotten God, he has forgotten Hinduism, he's forgotten temples because he wants to help them. കാരണം അദ്ദേഹം ദൈവത്തെ മറന്നുപോയി, അദ്ദേഹം അമ്പലങ്ങളെ മറന്നുപോയി, അദ്ദേഹം ഹിന്ദുയിസത്തെ മറന്നുപോയി. കാരണം എന്താണെന്ന് അറിയുമോ? അദ്ദേഹത്തിന് ഇടതുപക്ഷത്തെ സഹായിക്കണം. Second thing, I fight the BJP, I fight the RSS. They've taken away my government house, they've taken away my membership from Lok Sabha, they've attacked me every day. I've been interrogated 55 hours by the ED. Income tax department is attacking me. Anybody who attacks the BJP gets attacked. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ദൈനംദിനം RSSനെ BJP ആക്രമിക്കുന്ന ഒരാളാണ്. അവരെന്റെ ഔദ്യോഗിക വസതി എടുത്തു മാറ്റി, എന്റെ ലോക്സഭാംഗത്വം റദ്ദാക്കി, എന്നെ 55 മണിക്കൂറുകൾ തുടർച്ചയായി ചോദ്യം ചെയ്തു. ഇതാണ് BJPയും RSSനെ നിരന്തരം ആക്രമിക്കുന്ന ഒരാൾക്ക് സംഭവിക്കുന്നത്. But your chief minister and his family do not get attacked for some reason. പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യൽ ഇതുവരെ നടന്നിട്ടില്ല. There is no ED, there is no CBI, there is no pressure on him, there is no attack by Narendra Modi on him. അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ CBIയോ അവരുടെ പുറകിലില്ല. അദ്ദേഹത്തിന് മേലെ യാതൊരു സമ്മർദ്ദവുമില്ല. നരേന്ദ്രമോദി അദ്ദേഹത്തെ ആക്രമിക്കുന്നുമില്ല. So it is pretty clear that what we are fighting is a partnership. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഇന്ന് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്, എതിർത്തുകൊണ്ടിരിക്കുന്നത് ഒരു പങ്കാളിത്തത്തെയാണ്. And remember who the partner is. ഇതിലെ പങ്കാളി ആരാണെന്ന് നിങ്ങൾ ഓർക്കുക. The partner is the same people who set fire to Manipur. മണിപ്പൂരിനെ കത്തിക്കാൻ കാരണമായ ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ പങ്കാളികളായിട്ടുള്ളത്. They are the same people who attacked the nurses from Kerala in Chhattisgarh. കേരളത്തിലെ നഴ്സുമാരെ ഛത്തീസ്ഗഡിൽ ആക്രമിക്കുന്ന അതേ ആളുകളാണ് ഈ പങ്കാളികൾ. They are the same people who divide India across religious lines. മതത്തിന്റെ പേരിൽ ഈ രാജ്യത്തെ ഇന്ത്യയെ വിഭജിക്കുന്ന ആളുകളാണ് ഇതേ പങ്കാളികൾ. And spread hatred and violence everywhere. രാജ്യം മുഴുവൻ വിദ്വേഷവും അക്രമവും പടർത്തുന്ന ആളുകളാണ് ഇവർ. But there's another problem with the LDF.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. Today, I was shocked to hear that across Kerala now, there are CPM billboards with the Chief Minister's face on them. ഇന്ന് ഞാൻ വരുമ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കണ്ടിട്ട് കേരളത്തിൽ മുഴുവൻ CPM-ന്റെ പരസ്യ ബോർഡുകളാണ്, മുഖ്യമന്ത്രിയുടെ മുഖം പതിപ്പിച്ച ബോർഡുകൾ. And on the billboard are written the words, "Who else?" അത് മാത്രമല്ല, ആ പരസ്യ ബോർഡുകളിൽ എഴുതിയിരിക്കുന്നത് മറ്റാരാണ്. Now, first of all, the Chief Minister is not God, that he is the only person who can rule Kerala. ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാത്രമേ കേരളം ഭരിക്കാൻ കഴിയൂ എന്ന രീതിയിലുള്ള ഒരു ദൈവമല്ല എന്നതാണ് ആദ്യത്തെ കാര്യം. There are many talented people in this state. ഈ സംസ്ഥാനത്ത് കഴിവുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. Across the state, men, women, there are thousands and thousands of people who have unlimited talent. പരിധിയില്ലാത്ത കഴിവുള്ള ആയിരക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും കഴിവുള്ളവർ ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. They have the spirit of Kerala inside them. അവരുടെ ഉള്ളിൽ കേരളത്തിന്റെ ആത്മാവുണ്ട്, ചൈതന്യമുണ്ട്. They have humility, they have compassion, they have love for other people. അവരുടെ ഉള്ളിൽ വിനയമുണ്ട്, അവരുടെ ഉള്ളിൽ സഹാനുഭൂതിയുണ്ട്, അവരുടെ ഉള്ളിൽ മറ്റുള്ളവരോട് സ്നേഹമുണ്ട്. And the Chief Minister having a campaign that says he is the only person who can rule Kerala is an insult to every single Kerala. ഉദാഹരണത്തിന് ഇവിടുത്തെ മുഖ്യമന്ത്രി പറയുകയാണ്, അവരുടെ പ്രചരണം നടത്തുകയാണ്, ഇവിടുത്തെ മുഖ്യമന്ത്രി ആ ഒറ്റ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഈ കേരളത്തെ നയിക്കാൻ കഴിയുമെന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ മലയാളികൾക്കും കേരളത്തോടുമുള്ള അവഹേളനമാണ്. It is disrespecting the entire state if you say that there is only one man who can run this state. ഈ സംസ്ഥാനത്തെ നയിക്കാൻ ഒറ്റ മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തുള്ള മറ്റു ജനങ്ങളെയും ഈ സംസ്ഥാനത്തെ മുഴുവൻ അവഹേളിക്കുന്നതിന്, അപമാനിക്കുന്നതിന് തുല്യമാണ്. It is the height of arrogance. ഇത് ധാർഷ്ട്യത്തിന്റെ അങ്ങേയറ്റമാണ് ഇങ്ങനെ പറയുന്നത്. That the Chief Minister can authorize a campaign that asks the people of Kerala, "Who else?" ഞങ്ങളല്ലാതെ, ഞാനല്ലാതെ മറ്റാരാണ് എന്ന രീതിയിൽ ഒരു പ്രചരണം നടത്തുവാൻ കേരളത്തിലെ ജനങ്ങളോട് അങ്ങനെ ആവശ്യപ്പെടുവാൻ മുഖ്യമന്ത്രിക്ക് ആവശ്യപ്പെടുവാൻ കഴിയുന്നത് ധാർഷ്ട്യത്തിന്റെ അങ്ങേയറ്റമാണ്. In fact, I would advise the Chief Minister to remove this campaign from the streets of Kerala. ഒരർത്ഥത്തിൽ ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ഈ പ്രചരണങ്ങളും പരസ്യ ബോർഡുകളും ഈ പ്രചരണവും കേരളത്തിന്റെ തെരുവുകളിൽ നിന്ന് ഒഴിവാക്കാൻ Because every time, because every time a Keralite looks at that poster, he is made to feel insulted because he is being told that he cannot lead this state. കാരണം ഈ പോസ്റ്ററുകളിലേക്ക് നോക്കുമ്പോൾ ഓരോ മലയാളി ഓരോ സമയം നോക്കുമ്പോൾ ആ വ്യക്തി സ്വയം അപമാനിക്കപ്പെടുന്നതായി തോന്നും. കാരണം ആ വ്യക്തി ചിന്തിക്കാൻ പ്രേരിതനാവുകയാണ്, എനിക്ക് ഈ സംസ്ഥാനത്തെ നയിക്കാൻ കഴിയുകയില്ല എന്ന രീതിയിൽ. And it is this precise mindset, this arrogant mindset that we are fighting. ഈ പറയുന്ന ധാർഷ്ട്യമുള്ള മനോഭാവം, കൃത്യമായ ധാർഷ്ട്യത്തോടുള്ള മനോഭാവത്തെയാണ് നമ്മൾ ഇന്ന് എതിരിട്ടുകൊണ്ടിരിക്കുന്നത്. It is the same mindset that Mr. Narendra Modi has, that Mr. Amit Shah has, and Mr. Hemanta Sharma has in Assam. ഇതേ മനോഭാവമാണ് നരേന്ദ്രമോദിക്കുള്ളത്, ഇതേ മനോഭാവമാണ് അമിത് ഷായ്ക്കുള്ളത്, ഇതേ മനോഭാവമാണ് ആസാമിലെ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കുള്ളത്. Political leaders work and should work with humility and in partnership with the people of their state. രാഷ്ട്രീയ നേതാക്കൾ വിനയത്തോടു കൂടിയാണ് പ്രവർത്തിക്കേണ്ടത്. അവർ ജനങ്ങളോട് പങ്കാളിത്തത്തോടു കൂടിയാണ്, സംസ്ഥാനത്തെ ജനങ്ങളോടുള്ള പങ്കാളിത്തത്തോടെയാണ് പ്രവർത്തിക്കേണ്ടത്. This is not the time of the Maharajas when the king would say, "Nobody else but me can rule this state." ഇത് മറ്റാരുമില്ല, ഞാൻ മാത്രമല്ല മഹാരാജാവ്, ഒരു രാജാവ് എന്ന് പറയുന്ന മഹാരാജാക്കന്മാരുടെ കാലമല്ല ഇന്നത്തേത്. This is also an insult to every single leader in the left front. അത് മാത്രമല്ല, ഇങ്ങനെ പറയുന്നത് ഇടതുപക്ഷത്തെ മറ്റെല്ലാ നേതാക്കന്മാരോടുമുള്ള അവഹേളനം കൂടിയാണ്. That all of you are fools and only the Chief Minister can lead Kerala. ഇടതുപക്ഷ നേതാക്കളോട് പറയാണ്, നിങ്ങൾ എല്ലാം വിഡ്ഢികളാണ്, ഈ കേരളത്തിലെ
I'm surprised that some of his advisors didn't tell him, please don't make such a crazy blunder. ഞാൻ അതിശയിക്കുകയാണ്, അദ്ദേഹത്തിന്റെ ഉപദേശികൾ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്യരുതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞില്ല എന്നതോർത്ത് ഞാൻ അതിശയിക്കുകയാണ്. Leadership should be about humility, about compassion, about respect of the people of the state. നേതൃത്വം എന്ന് പറയുന്നത് വിനയത്തെക്കുറിച്ചുള്ളതായിരിക്കണം, ജനങ്ങളോടുള്ള സഹാനുഭൂതിയായിരിക്കണം, ജനങ്ങളോട് ബന്ധം. സോറി. How will you understand what people are going through? How will you understand the pain of a farmer? How will you understand the pain of a laborer? How will you understand the pain of a small businessman whose business is failing? How will you understand the desire of a young Keralite to succeed in life if you believe that you are the only person who is capable of anything? എനിക്ക് എങ്ങനെയാണ് ഒരു തൊഴിലാളിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരുടെ ആശയാഭിലാഷങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? This disease is there in the BJP, it is there in the RSS, and it is there in the left front and CPM. ഈ രോഗാവസ്ഥ എന്ന് പറയുന്നത് തന്റെ സഹപ്രവർത്തകരോട് എങ്ങനെയാണ് പെരുമാറുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. Might be fighting them, I might be fighting their ideology, but that does not give him the right to humiliate senior leaders of the BJP. Exact same mentality that Mr. Narendra Modi has and that Mr. Amit Shah has, that they are born to rule this country, is the same mentality that your chief minister has. Is playing havoc with our country. ഈ മനോഭാവം ഈ രാജ്യത്ത് വലിയ രീതിയിൽ നാശമുണ്ടാക്കുകയാണ്. It is leading to governments that do not listen to people, that disrespect people and act without thinking, without understanding. ജനങ്ങളെ കേൾക്കാത്ത, ജനങ്ങളെ ബഹുമാനിക്കാത്ത, അതുപോലെ തന്നെ ചിന്തിക്കാതെ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന ഗവൺമെന്റുകൾ രാജ്യത്ത് വരാൻ ഈ മനോഭാവമാണ് കാരണമാകുന്നത്. Leaders have to understand that wisdom is in the people. നേതാക്കൾക്ക് മനസ്സിലാകണം, ജ്ഞാനം എന്ന് പറയുന്നത് ജനങ്ങളിലാണുള്ളതെന്ന് മനസ്സിലാവണം. Wisdom is in the farmers. Wisdom is in the workers. Wisdom is in the people who run businesses. Wisdom and work with the people of the state and the country. ഒരു നേതാവിന്റെ ജോലി എന്ന് പറയുന്നത് ഈ ജനങ്ങളിലുള്ള ജ്ഞാനവും അറിവും എന്താണെന്ന് മനസ്സിലാക്കി അവരോടൊപ്പം ചേർന്ന് ആ സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. There are examples of these type of leaders from the UDF. ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഇതുപോലെയുള്ള നേതാക്കളുടെ അനേകം ഉദാഹരണങ്ങളുണ്ട്. Karunakaranji's legacy is an example of this type of leader. ശ്രീ കെ കരുണാകരൻജിയുടെ പാരമ്പര്യം ഇത്തരം ഒരു നേതൃത്വത്തിന്റെ ഉദാഹരണമാണ്. Oommen Chandyji's legacy, A.K. Antonyji's legacy. This is the type of leadership that we are talking about. ശ്രീ ഉമ്മൻചാണ്ടിജിയുടെ പാരമ്പര്യം, ശ്രീ A.K. ആന്റണിജിയുടെ പാരമ്പര്യം, ഇതുപോലെയുള്ള നേതാക്കളെയാണ് നമുക്ക് ആവശ്യമുള്ളത്. And that is what the UDF is proposing. അതാണ് ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. Mr. Narendra Modi is controlled by Donald Trump. നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിന്റെ നിയന്ത്രണത്തിലുള്ള ആളാണ്. Donald Trump openly says that he can destroy Mr. Narendra Modi anytime he wants. ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പറയും, ഏത് സമയം വേണമെങ്കിലും എനിക്ക് നരേന്ദ്രമോദിയെ നശിപ്പിക്കാൻ സാധിക്കും. But Mr. Donald Trump controls Mr. Modi through Epstein and through Adani. എപ്സ്റ്റീൻ ഫയലുകൾ വഴി, അദാനി വഴിയാണ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. Believe me, the Prime Minister of India can do nothing against the wishes of Donald Trump. നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കുക, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിയുടെ ഇഷ്ടങ്ങൾക്കെതിരായി ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. He ridicules him publicly and he's even said on Twitter that when I call the Prime Minister of India, he picks up the phone and he says, yes sir. അതുമാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ പരസ്യമായി അവഹേളിക്കും. ട്വിറ്ററിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുത്തിട്ട് അദ്ദേഹം പറയും യെസ് സർ എന്ന് പറയുമെന്ന് പറഞ്ഞു. And it is the same relationship that Chief Minister of Kerala has with Narendra Modi and Amit Shah. ഇതേ തരത്തിലുള്ള ബന്ധമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നരേന്ദ്രമോദിയോടും അമിത്ഷായോടുമുള്ളത്. And the reason is his and his family's corruption. അതിന്റെ കാരണം എന്താണെന്ന് അറിയുമോ? അദ്ദേഹത്തിന്റെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും അഴിമതിയാണ് അതിന് കാരണം. It is a very simple fact that in today's India, if you have done even the slightest corruption, you are going to be controlled
by Mr. Narendra Modi and by Amit Shah. ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇന്നത്തെ ഇന്ത്യയിൽ നിങ്ങൾ ഒരു ചെറിയ അഴിമതി കാണിച്ചാൽ നിങ്ങൾ നരേന്ദ്രമോദി ആയാലും അമിത് ഷാ ആയാലും നിയന്ത്രിക്കപ്പെടും എന്നുള്ളത് വളരെ ലളിതമായ ഒരു വസ്തുതയാണ്. And that is what has happened to the Chief Minister of Kerala. അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സംഭവിച്ചത്. We want to give you a government that protects people in the risky times that are coming. ഇപ്പോൾ വരുന്ന വളരെ അപകടകരമായ സാഹചര്യങ്ങളിൽ നിങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. War has broken out in Ukraine and in the Middle East. നിങ്ങൾക്കറിയാം, യുക്രൈനിലും മധ്യേഷ്യയിലും ഗൾഫ് നാടുകളിലും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. Please do not underestimate the consequences of this war to India. ഈ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ ഇന്ത്യയിൽ എന്തെല്ലാമാണെന്നുള്ളത് നിങ്ങൾ കുറച്ച് കാണരുത്. This is like a tsunami that has happened. ഒരു സുനാമി പോലെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. And if this war continues for a little while, the fuel prices, the gas prices, the diesel prices, the fertilizer shortages are going to damage India very badly. ഈ യുദ്ധം കുറച്ച് കാലം കൂടി ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഇവിടെ ഇന്ധന വില കൂടും, പാചകവാതകത്തിന്റെ വില കൂടും, വളങ്ങൾക്ക് ഇവിടെ ക്ഷാമം ഉണ്ടാകും. ഈ അവസ്ഥ ഇന്ത്യയെ വളരെ കാര്യമായിട്ട് ബാധിക്കും. Unfortunately, Mr. Modi cannot protect India from the problems that are coming. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നരേന്ദ്രമോദിക്ക് ഇനി നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കാൻ സാധിക്കില്ല. He has signed away India's energy security. അദ്ദേഹം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ എഴുതി നൽകിയിരിക്കുകയാണ്. And when we need oil the most, India cannot buy oil from who it wants. നമുക്ക് അത് മാത്രമല്ല, നമുക്ക് എണ്ണ വേണ്ടിയപ്പോൾ ആരിൽ നിന്ന് എണ്ണ നമുക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ട് അവരിൽ നിന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കില്ല. Narendra Modi has told Donald Trump that he will only buy oil from people, countries that Donald Trump approves. നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എണ്ണ വാങ്ങിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അനുവാദം കൊടുക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. Food security is equally important as energy security. നമ്മുടെ ഊർജ്ജ സുരക്ഷയെ പോലെ തന്നെ നമ്മുടെ ഭക്ഷ്യ സുരക്ഷയും തുല്യ പ്രാധാന്യമുള്ളതാണ്. And for the first time, the Prime Minister of India has opened Indian agriculture to American farmers. അത് മാത്രമല്ല, ആദ്യത്തെ പ്രാവശ്യം ഇന്ത്യയുടെ കാർഷിക മേഖലയെ അമേരിക്കയിലെ കർഷകർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി തുറന്നു നൽകിയിരിക്കുകയാണ്. Cotton farmers, dal farmers, fruit farmers, all these farmers, soybean farmers are going to be adversely impacted by the USD. പരുത്തി കർഷകർ, അതുപോലെ തന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്നവർ, അതുപോലെ തന്നെ ഈ രാജ്യത്തെ സോയ കർഷകർ, ഇവരെല്ലാം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ഉടമ്പടിയുടെ ഭാഗമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ പോകുന്നു. And Narendra Modi can do nothing about it because he's compromised. കാരണം നരേന്ദ്രമോദി നടത്തുന്ന വിട്ടുവീഴ്ച നടത്തുന്ന പ്രധാനമന്ത്രിയായി. You yourself saw that when I was raising these issues in the Lok Sabha, and I was raising Epstein, and I was raising the Adani issue, the Prime Minister literally ran out of the Lok Sabha. നിങ്ങൾ തന്നെ നിങ്ങളുടെ കണ്ണുകൊണ്ട് Certain minimum protections for the people of Kerala to help them during the storm that is coming. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടത്. ഇനി വരുന്ന കൊടുങ്കാറ്റിനെ നേരിടുന്നതിന് അടിസ്ഥാന തലത്തിലുള്ള സംരക്ഷണം കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പാക്കേണ്ടത് അതുകൊണ്ടാണ് അത്യാവശ്യമാകുന്നത്. So the first thing we are going to do is we are going to make sure that our women are protected, our women can travel comfortably, and our women get support they need for the future. ആദ്യമായി So the day the UDF government comes to power, from that day on, women in Kerala will travel for free in Kerala's buses. ആദ്യമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്ന ആദ്യത്തെ ദിവസം മുതൽ കേരളത്തിലെ സ്ത്രീകൾ കേരളത്തിലെ സർക്കാർ ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യും എന്ന ഉറപ്പാണ് ഞങ്ങൾ നൽകുന്നത്. And every single college going girl in Kerala, university going girl in Kerala is going to get 1,000 rupees a month every month straight into a bank account. അതുമാത്രമല്ല, കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന ഓരോ പെൺകുട്ടിക്കും പ്രതിമാസം 1000 രൂപ ആ പെൺകുട്ടിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കും എന്ന ഉറപ്പാണ് ഞങ്ങൾ രണ്ടാമതായി നൽകുന്നത്.
in difficult times, senior citizens find it much harder to survive. ബുദ്ധിമുട്ടുള്ള കാലങ്ങളിൽ പ്രായമായ മനുഷ്യർക്ക് മുൻപോട്ട് പോകുക, അതിജീവിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. Prices are going to rise. Price of petrol is going to rise. That is why we are raising their welfare pension. വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ ഇന്ധന വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ പ്രായമായവരുടെ പെൻഷൻ ഞങ്ങൾ ഉയർത്താൻ പോകുന്നത്. To 3,000 rupees. 3,000 രൂപയായി ഉയർത്താൻ പോകുന്നത്. And we are also opening a dedicated ministry to look after their issues, to make sure that they are comfortable. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, അവർ സുഖകരമായി ജീവിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ വേണ്ടി കേരളത്തിലെ പ്രായമായവർക്ക് വേണ്ടി പ്രത്യേകമായി ഒരു വകുപ്പ് ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. Brain drain is a problem in Kerala, and that is why any youngster who wants to start a business, small business, medium-sized business, will get an interest-free loan of 5 lakh rupees to start building the business of his dreams. കേരളത്തിൽ നിന്നുള്ള മസ്തിഷ്ക ചോർച്ച ആളുകൾ പുറത്തു പോകുന്നത് ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിക്കോ ഒരു വ്യവസായം തുടങ്ങാൻ ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി 5 ലക്ഷം രൂപ പലിശരഹിത വായ്പയായി നൽകും എന്നതാണ് ഞങ്ങളുടെ അടുത്ത ഉറപ്പ്. I mentioned Umen Chandy ji as a humble leader, as a leader who merged with the people of Kerala. ഞാൻ നേരത്തെ പറഞ്ഞു ഉമ്മൻചാണ്ടിജിയെ കുറിച്ച് വിനയാന്വിതനായ ഒരു നേതാവ് എന്ന നിലയിൽ, കേരളത്തിലെ ജനങ്ങളോട് അലിഞ്ഞു ചേർന്ന് ലയിച്ചു ചേർന്ന ഒരു നേതാവ് എന്ന നിലയിൽ ഞാൻ പറഞ്ഞു. Umen Chandy ji would never authorize a campaign which said who else in front of his name. ഒരിക്കലും ഉമ്മൻചാണ്ടിജി തന്റെ പേരിന് മുമ്പിൽ ഞാനല്ലാതെ മറ്റാര് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രചരണം അദ്ദേഹമായിരുന്നെങ്കിൽ ഒരിക്കലും നയിക്കില്ല. In fact, if you ask Umen Chandy ji who else can lead Kerala, Umen Chandy would answer to you that anybody in Kerala can lead Kerala. Kerala has the spirit to lead itself. അതുമാത്രമല്ല, ഉമ്മൻചാണ്ടിജിയോട് നിങ്ങൾ ചോദിക്കുകയാണ് ആർക്കാണ് കേരളത്തെ നയിക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും ആർക്ക് വേണമെങ്കിലും കേരളത്തെ നയിക്കാൻ കഴിയും. കേരളത്തിന്റെ ആത്മാവിന്, കേരളത്തിന്റെ ചൈതന്യത്തിന് സ്വയം തന്നെ കേരളത്തിനെ നയിച്ച് മുൻപോട്ട് പോകാൻ കഴിയുമെന്ന് അദ്ദേഹം പറയും. And that is why we are naming the new healthcare scheme that we are launching after Umen Chandy ji. അതുകൊണ്ടാണ് ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്ന പുതിയ ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനത്തെ ഞങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടിജിയുടെ പേരിലാണ് അത് ആരംഭിക്കുന്നത്. Every single family in Kerala is going to have 25 lakh rupees as health insurance. കേരളത്തിലെ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ് ആയി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉറപ്പ് നൽകുകയാണ്. Prices are rising, medical treatment is becoming more expensive. We want every single family in Kerala to be protected. ഇവിടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുമാത്രമല്ല ചികിത്സ വളരെ ചെലവേറിയതാവുകയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ഓരോ കുടുംബത്തെയും സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. People who are watching might have relatives who are sick right now. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഇടയിൽ തന്നെ ഒരുപാട് അസുഖമുള്ള ബന്ധുക്കളുള്ളവർ ഇവിടെ ഉണ്ടാവാം. Somebody's brother might have cancer, somebody's parents might have heart disease. ചിലരുടെ സഹോദരങ്ങൾക്ക് ക്യാൻസർ ഉണ്ടായിരിക്കാം, ചിലരുടെ അച്ഛനമ്മമാർക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടായിരിക്കാം. There are thousands and thousands and thousands of people in Kerala like this. അതുപോലെ ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ അതുപോലെയുണ്ട്. Who are struggling, who don't know how to pay for their loved ones' medical treatment. സ്നേഹമുള്ള ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ആളുകളുടെ ചികിത്സയ്ക്ക് എങ്ങനെ പൈസ ചെലവഴിക്കണമെന്ന് അറിയാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. I want to tell them, don't worry. ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ വിഷമിക്കണ്ട. Doesn't matter what you have, what your parents have, what disease your brother or sister has. അത് നിങ്ങൾക്ക് എന്തുണ്ടോ, നിങ്ങളുടെ പേരൻസ്, മാതാപിതാക്കൾക്കോ സഹോദരനോ സഹോദരിക്ക് എന്ത് അസുഖമായിക്കൊള്ളട്ടെ, Within a few weeks, you will have 25 lakh rupees to protect you. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ 25 ലക്ഷം രൂപ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കും. You will have 25 lakh rupees to pay for the treatment of your loved ones. നിങ്ങളുടെ സ്നേഹമുള്ളവരുടെ പ്രിയപ്പെട്ടവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ നിങ്ങൾക്ക് 25 ലക്ഷം രൂപ ഉണ്ടായിരിക്കും. And you will use the money that we are going to spend for their medical treatment in other things. നിങ്ങൾ അതുപോലെ തന്നെ അവരുടെ ആരോഗ്യ ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങൾ നൽകാൻ പോകുന്ന ഈ പൈസയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. This is a historic location. This is a historic location. ഇത് ചരിത്രപരമായ ഒരു പ്രദേശമാണ്. This is the place where St. Thomas first landed. സെയിന്റ് തോമസ് വന്ന
പ്രദേശമാണിത്. This is also the place where the first mosque in India was built. അതുമാത്രമല്ല ഇന്ത്യയിലെ ആദ്യത്തെ മോസ്ക് സ്ഥാപിക്കപ്പെട്ട പ്രദേശം കൂടിയാണിത്. And there are many important temples over here as well. അതുമാത്രമല്ല ഇവിടെ വളരെ പ്രധാനപ്പെട്ട ധാരാളം ക്ഷേത്രങ്ങളുമുണ്ട്. You are an example of India's pluralism. ഈ രാജ്യത്തിന്റെ ഇന്ത്യയുടെ ബഹുസ്വരതയുടെ ഉദാഹരണമാണ് നിങ്ങൾ. You're an example of how people of different religions, different faiths, different traditions can all live happily and lovingly together. വ്യത്യസ്ത മതവിശ്വാസങ്ങളുള്ള വ്യത്യസ്ത വിശ്വാസങ്ങളുള്ള ഒരുപാട് ആളുകൾക്ക്, വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് എങ്ങനെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാം എന്നുള്ളതിന്റെ മികച്ച ഉദാഹരണമാണ് നിങ്ങൾ. This respect you have for each other is the most valuable thing that you have. നിങ്ങൾക്ക് പരസ്പരമുള്ള ബഹുമാനമാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വിലപിടിച്ച കാര്യം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. And it is not something that happens